ഇന്ത്യയുടെ അയൽപക്ക നയതന്ത്രത്തിൽ വളരെ നിർണായകമായ ഒരു നീക്കമുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ 6 ദിവസത്തെ ഇന്ത്യ സന്ദർശനം അടുത്തിടെയാണ് സമാപിച്ചത്. ഈ സന്ദർശന വേളയിൽ സെയ്ഷൽസിന്റെ വികസനത്തിനായി $175 മില്യൺ ഒരു വമ്പൻ പാക്കേജാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ ചെറിയ ദ്വീപ് രാഷ്ട്രത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? ഈ പാക്കേജ് വഴി സെയ്ഷൽസിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇതിലുപരി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷാ കാര്യങ്ങളിൽ ഇന്ത്യക്ക് ഈ സൗഹൃദം കൊണ്ട് എന്ത് ഗുണമാണ് ലഭിക്കാൻ പോകുന്നത് നോക്കാം. ഇന്ത്യ എങ്ങനെയാണ് സെയ്ഷൽസിനെ സഹായിക്കുന്നതെന്ന് നോക്കാം. ഇന്ത്യയുടെ വികസന സഹായം എപ്പോഴും അവിടുത്തെ സാധാരണ ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. സെയ്ഷൽസിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായ പാർപ്പിട പ്രശ്നത്തിനാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത്. സാമൂഹ്യ ഭവന പദ്ധതിയിലൂടെ 100 കണക്കിന് കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടുകൾ ലഭ്യമാക്കാൻ ഇന്ത്യ സാമ്പത്തികമായും സാങ്കേതികമായും പിന്തുണ നൽകുകയാണ്. ഇതിനപ്പുറം ആരോഗ്യ പരിരക്ഷാ രംഗത്ത് ഒരു വലിയ മാറ്റത്തിനാണ് ഇന്ത്യ തുടക്കമിടുന്നത്. വിദൂര ദ്വീപുകളിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുന്നതിനൊപ്പം സെയ്ഷൽസിലെ ആരോഗ്യ മേഖലയെ ചെന്നൈയിലെ സിംസ് ഹോസ്പിറ്റൽ പോലുള്ള മുൻനിര സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിക്കുകയാണ്. ഇത് ദ്വീപ് രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കും. വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ സെയ്ഷൽസ് നേരിടുന്ന വെല്ലുവിളികൾ ഇന്ത്യ തിരിച്ചറിയുന്നുണ്ട്. അവിടുത്തെ യുവാക്കൾക്ക് IT, സാങ്കേതിക വിദ്യ, കൃഷി തുടങ്ങിയ മേഖലകളിൽ നൈപുണ്യ വികസനത്തിനായി പ്രത്യേക പരിശീലന കേന്ദ്രങ്ങൾ ഇന്ത്യ സ്ഥാപിച്ചു നൽകുന്നു. അവിടുത്തെ ഉൾനാടൻ ഗതാഗത സൗകര്യങ്ങൾ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള മൊബിലിറ്റി പദ്ധതികളും ഇതിന്റെ ഭാഗമാണ്. ഈ സഹായങ്ങളെല്ലാം സെയ്ഷൽസിനെ ഒരു സ്വയം പര്യാപ്ത രാഷ്ട്രമാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഇത് ചെയ്യുന്നത്. പ്രസിഡന്റ് ഹെർമിനിയുടെ ഈ സന്ദർശനത്തിന് പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്നാമതായി സമുദ്ര സുരക്ഷ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മയക്കുമരുന്ന് കടത്ത്, കടൽ കൊള്ള, അനധികൃത മത്സ്യബന്ധനം എന്നിവ തടയാൻ ഇന്ത്യയുടെ സഹായം തേടുക എന്നതായിരുന്നു ഇതിൽ പ്രധാനം. രണ്ടാമതായി സാമ്പത്തിക വികസനം. സമുദ്ര വിഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നീല സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കുന്നതിന് ഇന്ത്യയുടെ വിപുലമായ അനുഭവം പ്രയോജനപ്പെടുത്തുക. മൂന്നാമതായി കാലാവസ്ഥാ വ്യതിയാനം നേരിടുക. സമുദ്രനിരപ്പ് ഉയരുന്നതും പരിസ്ഥിതി പ്രശ്നങ്ങളും നേരിടുന്ന സെയ്ഷൽസിനെ പോലുള്ള രാഷ്ട്രത്തിന് ഇന്ത്യയുടെ സൗരോർജ പുനരുപയോഗ ഊർജ പദ്ധതികൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ് അസംപ്ഷൻ ഐലൻഡ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ ദ്വീപിൽ കണ്ണുവെക്കുന്നത്? സെയ്ഷൽസിന്റെ ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് മൊസാബിക് ചാനലിന് അടുത്താണ്. ആഗോളതലത്തിൽ വ്യാപാര കപ്പലുകൾ കടന്നു പോകുന്ന ഏറ്റവും തിരക്കേറിയ പാതയാണിത്. 2015 പ്രധാനമന്ത്രി മോദി അവിടെ ഒരു പ്രതിരോധ ബേസ് നിർമ്മിക്കാൻ കരാർ ഒപ്പിട്ടെങ്കിലും സെയ്ഷൽസിലെ ആഭ്യന്തര രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം അത് വൈകിപ്പോയിരുന്നു. ഇപ്പോൾ പ്രസിഡന്റ് ഹെർമിനിയുടെ സന്ദർശനത്തോടെ ഈ പദ്ധതിക്ക് വീണ്ടും ജീവൻ ലഭിക്കുകയാണ്. ഇന്ത്യ അവിടെ ഒരു ബേസ് നിർമ്മിച്ചാൽ അറബിക്കടലിൽ നിന്ന് ആഫ്രിക്കൻ തീരം വരെയുള്ള ഭാഗം ഇന്ത്യയുടെ പൂർണ്ണ നിരീക്ഷണത്തിലാകും. ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും സംഭവിച്ചത് സെയ്ഷൽസിന് സംഭവിക്കാതിരിക്കാൻ ഇന്ത്യ ജാഗ്രത പാലിക്കുന്നുണ്ട്. ചൈന വമ്പൻ ലോണുകൾ നൽകി രാജ്യങ്ങളെ തകർക്കുമ്പോൾ ഇന്ത്യ അവിടെ ഗ്രാൻഡ് ഇൻ എയ്ഡ് അഥവാ തിരിച്ചടക്കേണ്ടാത്ത സാമ്പത്തിക സഹായങ്ങൾ നൽകുകയാണ്. സെയ്ഷൽസിലെ സുപ്രീം കോടതി കെട്ടിടം ഇന്ത്യ നിർമ്മിച്ചു നൽകിയത് ഇതിനുദാഹരണമാണ്. ഇന്ത്യ ഒരു രാജ്യത്തെയും കോളനിയാക്കാൻ ശ്രമിക്കുന്നില്ല, മറിച്ച് പങ്കാളിയാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സെയ്ഷൽസ് ഒരു കൊച്ചു ദ്വീപ് രാഷ്ട്രമായതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനം അവർക്ക് വലിയ ഭീഷണിയാണ്. സമുദ്രനിരപ്പ് ഉയരുന്നത് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. ഇന്ത്യ അവിടെ സോളാർ പവർ പ്ലാന്റുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്നുണ്ട്. പെട്രോളിയം ഇറക്കുമതി കുറച്ച് പുനരുപയോഗ ഊർജത്തിലേക്ക് സെയ്ഷൽസിനെ നയിക്കുന്നത് ഇന്ത്യയാണ്. ഇതിലൂടെ ലോകത്തിന് മുന്നിൽ പരിസ്ഥിതി സൗഹൃദപരമായ ഒരു വികസന മാതൃക ഇന്ത്യ അവതരിപ്പിക്കുകയാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചെറിയ രാജ്യങ്ങളുടെ ശബ്ദം ആരും കേൾക്കാറില്ല. എന്നാൽ G20 അധ്യക്ഷ പദവിയിൽ ഇരുന്നപ്പോൾ മുതൽ ഇന്ത്യ ചെറിയ രാജ്യങ്ങളുടെ വക്താവായി മാറി. സെയ്ഷൽസിനെ പോലുള്ള രാജ്യങ്ങളെ ഒപ്പം നിർത്തുന്നതിലൂടെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ 54 രാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ഇത് ഭാവിയിൽ ഐക്യരാഷ്ട്ര സഭയിൽ സ്ഥിരാംഗത്വം ലഭിക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് കരുത്തേകും. നമ്മൾ കേവലം സാമ്പത്തിക സഹായത്തെ കുറിച്ച് പറയുമ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒന്നാണ് ഇന്ത്യ സെയ്ഷൽസിൽ സ്ഥാപിച്ചിരിക്കുന്ന കോസ്റ്റൽ സർവൈലൻസ് അഥവാ റഡാർ സിസ്റ്റം. ഇത് വെറുമൊരു റഡാർ സംവിധാനമല്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ കപ്പലിനെയും നിരീക്ഷിക്കാൻ ഈ ശൃംഖല ഇന്ത്യയെ സഹായിക്കുകയാണ്.
സെയ്ഷൽസിലെ വിവിധ ദ്വീപുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ റഡാറുകളിൽ നിന്നുള്ള വിവരങ്ങൾ തത്സമയം ഗുരുഗ്രാമങ്ങളിലെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററുമായി പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഇതിലൂടെ കടൽ മാർഗമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ, ലഹരി മരുന്ന് കടത്ത് എന്നിവ മുൻകൂട്ടി കണ്ടെത്താൻ ഇന്ത്യക്കും സെയ്ഷൽസിനും സാധിക്കുന്നു. സമുദ്രത്തിലെ കാവൽക്കാരനായി ഇന്ത്യ മാറുന്നത് ഇത്തരം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ അയൽരാജ്യങ്ങൾക്ക് സൗജന്യമായി നൽകിക്കൊണ്ടാണ്. ഇന്ത്യയും സെയ്ഷൽസും തമ്മിലുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇന്ന് സെയ്ഷൽസിലെ ജനസംഖ്യയുടെ ഏകദേശം 10% ഇന്ത്യൻ വംശജരാണ്. ഇവരെ നമുക്ക് അവിടുത്തെ മിനി ഇന്ത്യ എന്ന് വിളിക്കാം. സെയ്ഷൽസിന്റെ നിർമ്മാണ മേഖലയിലും വ്യാപാര രംഗത്തും പ്രവാസി ഇന്ത്യക്കാരുടെ സ്വാധീനം വളരെ വലുതാണ്. 19ാം നൂറ്റാണ്ടിൽ അവിടെ എത്തിയ തമിഴ്, ഗുജറാത്തി വ്യാപാരികൾ മുതൽ ഇന്നത്തെ IT പ്രൊഫഷണലുകൾ വരെ സെയ്ഷൽസിന്റെ സാമ്പത്തിക വളർച്ചയിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. നമ്മുടെ പ്രവാസികൾ അവിടെ നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളും ഇന്ത്യയോടുള്ള അവിടുത്തെ ജനങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയാണ്. ഈ മനുഷ്യബന്ധമാണ് ഏതൊരു രാഷ്ട്രീയ കരാറിനേക്കാളും ഇന്ത്യ സെയ്ഷൽസ് സൗഹൃദത്തിന് കരുത്തേകുന്നത്. പ്രതിരോധ രംഗത്ത് സെയ്ഷൽസിന് ഇന്ത്യ നൽകുന്ന പിന്തുണ വാക്കുകൾക്കപ്പുറമാണ്. ഇന്ത്യ സൗജന്യമായി നൽകിയ 2 ഡോർണിയർ വിമാനങ്ങളും വേഗതയേറിയ പെട്രോളിംഗ് കപ്പലുകളുമാണ് ഇന്ന് ആ രാജ്യത്തിന്റെ പ്രധാന സുരക്ഷാ ആയുധങ്ങൾ. എന്നാൽ ഇതിനേക്കാൾ ഉപരിയായി സെയ്ഷൽസ് സൈന്യത്തിന് പരിശീലനം നൽകുന്നത് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരാണ്. അവരുടെ കോസ്റ്റ് ഗാർഡിനെ നയിക്കാനും സാങ്കേതിക കാര്യങ്ങൾ പഠിപ്പിക്കാനും ഇന്ത്യൻ പ്രതിരോധ വിദഗ്ധർ അവിടെയുണ്ട്. ഒരു വിദേശ രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നത് ആ രാജ്യം ഭാരതത്തിൽ അർപ്പിച്ചിരിക്കുന്ന വലിയ വിശ്വാസത്തിന്റെ അടയാളം തന്നെയാണ്. ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ആയുധങ്ങൾ വിൽക്കാൻ നോക്കുമ്പോൾ ഇന്ത്യ അവിടെ സൈന്യത്തെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ $175 ബില്യൺ വികസന പാക്കേജ് വെറും ഒരു ഔദ്യോഗിക നടപടിയല്ല. അത് സെയ്ഷൽസിന്റെ മണ്ണിൽ ഇന്ത്യ പടുത്തുയർത്തുന്ന വിശ്വാസത്തിന്റെ ഗോപുരമാണ്. ഭാരതം ലോകത്തിനു മുന്നിൽ ഒരു പുതിയ വികസന മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. കൂടെ നിൽക്കുന്നവരെ കൈപിടിച്ചുയർത്തുന്ന എല്ലാവർക്കും ഒപ്പം വളരുന്ന ഒരു ഭാരതം. ഇത്രയധികം പണം മുടക്കി ഇന്ത്യ എന്തിനാണ് സെയ്ഷൽസിനെ സഹായിക്കുന്നതെന്ന് പലരും ചിന്തിച്ചേക്കാം. ഇവിടെയാണ് ഭാരതത്തിന്റെ ദീർഘവീക്ഷണമുള്ള നയതന്ത്രം ശ്രദ്ധേയമാകുന്നത്. സെയ്ഷൽസ് ഇന്ത്യയുടെ പ്രതിരോധ ഭൂപടത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കണ്ണിയാണ്. ഒന്നാമതായി, ഇന്ത്യയുടെ സാഗർ എന്ന നയത്തിന്റെ വിജയത്തിന് സെയ്ഷൽസുമായുള്ള ബന്ധം അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെയും വ്യാപാര പാതയെയും സംരക്ഷിക്കാൻ സെയ്ഷൽസിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇന്ത്യയെ സഹായിക്കുകയാണ്. രണ്ടാമതായി, മേഖലയിലെ ചൈനയുടെ വളർന്നു വരുന്ന അനാവശ്യ ഇടപെടലുകളെ പ്രതിരോധിക്കുക എന്നതാണ് ഇന്ത്യയുടെ തന്ത്രപരമായ ലക്ഷ്യം. അയൽ രാജ്യങ്ങളെ കടക്കണിയിൽപ്പെടുത്തി അവരുടെ ഭൂമി കൈക്കലാക്കുന്ന ചൈനീസ് രീതിക്ക് വിരുദ്ധമായി വികസന പങ്കാളിത്തത്തിലൂടെ രാജ്യങ്ങളുടെ വിശ്വസ്തത നേടിയെടുക്കുകയാണ് ഇന്ത്യ. സെയ്ഷൽസുമായി ചേർന്ന് ഇന്ത്യ നടത്തുന്ന നിരീക്ഷണ സംവിധാനങ്ങളും റഡാർ സ്റ്റേഷനുകളും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുകയാണ്. ഇത് ഭാരതത്തിന്റെ സുരക്ഷാ വലയം കൂടുതൽ ദൃഢമാക്കും. പ്രധാനമന്ത്രി മോദി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയും സെയ്ഷൽസും തമ്മിലുള്ളത് കടൽ തരംഗങ്ങൾ കൊണ്ട് വേർതിരിക്കപ്പെട്ടതല്ല, മറിച്ച് അവ കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട സൗഹൃദമാണ്. ഈ $175 ബില്യൺ പാക്കേജും സമുദ്ര സുരക്ഷാ കരാറുകളും വെറും ഒരു സാമ്പത്തിക ഇടപാടല്ല, മറിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തെ സമാധാനത്തിന്റെയും വികസനത്തിന്റെയും ഒരു മേഖലയാക്കി മാറ്റാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയമാണ്. ഒരു അയൽക്കാരൻ എന്നതിലുപരി ഒരു വിശ്വസ്ത പങ്കാളി എന്ന നിലയിൽ ഇന്ത്യ ഉയർന്നു നിൽക്കുമ്പോൾ അത് ആഗോളതലത്തിൽ ഭാരതത്തിന്റെ നയതന്ത്ര വിജയം കൂടിയാണ്. കടൽ തിരകൾ ഈ 2 രാജ്യങ്ങളെയും സുരക്ഷിതവും സമൃദ്ധവുമായ ഒരു ഭാവിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.